ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ മാതൃശിശു ബ്ലോക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിൽ ഏർപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. ഇതിൻ്റെ ഒരു നിർമ്മാണ ഘട്ടം കുറച്ച് വൈകി എന്നുള്ള ബഹുമാനപ്പെട്ട MLA ശരിയാണ്. അത് വ്യത്യസ്തങ്ങളായ കാരണങ്ങളാണ് അതുണ്ട്. പക്ഷെ അതിനെ മറികടക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ച ഒരു കാര്യം, കാത്തലബുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. വളരെ ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. ഇന്ന് കേരളത്തിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളും കാത്ത് ലാബ് ആരംഭിക്കണം എന്ന് തന്നെയാണ് സർക്കാർ തീരുമാനിക്കുകയും വളരെ സാധ്യതയുള്ള സൗകര്യങ്ങളുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഒന്നൊന്നായി നമ്മൾ ആരംഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിലമ്പൂർ ആശുപത്രിയിൽ നമ്മുടെ 24-25 ബഡ്ജറ്റിൽ 5 കോടി രൂപ നമ്മൾ പ്രഖ്യാപിക്കുകയും അതിൻ്റെ തുടങ്ങാനുള്ള 20% പണം നമ്മൾ അതിന് നീക്കി വയ്ക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രാഥമികമായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ AS-ലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA ആഗ്രഹിച്ച പോലെ തന്നെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് കൃത്യമായി തന്നെ നിലമ്പൂർ കാത്ത് ലാബ് യാഥാർത്ഥ്യമാക്കും എന്ന് പൊതുസമൂഹത്തെ അറിയിക്കാൻ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ പുതിയ 12 കാത്ത് ലാബുകൾ കൂടി ഉടൻ തുടങ്ങും. നിലമ്പൂർ ജില്ലാ ആശുപത്രി കാത്ത് ലാബിനായി ബജറ്റിൽ 5 കോടി നീക്കിവച്ചിട്ടുണ്ട്. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 1 കോടി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ആശുപത്രികളിൽ ഉൾപ്പെടെ നേരിട്ട് ഇടപെടാൻ കഴിയുന്നത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 2 മെഡിക്കൽ കോളേജുകൾ ദേശീയ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു. ജില്ലാ താലൂക്ക് കുടുംബാരോഗ്യ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും നിരവധി ദേശീയ പുരസ്കാരങ്ങളും 10 വർഷത്തിനിടയിൽ നേടാനായി. നിപ്പ, കോവിഡ്, അമീബിക് മസ്തിഷ്ക ജ്വരം തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവരിൽ ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കിലേക്ക് കേരളത്തെ കൊണ്ടുവരാൻ സാധിച്ചു. വിദേശ രാജ്യങ്ങളിൽ ഭീമമായ തുക ചിലവ് വരുന്ന ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ സൗജന്യമായി ചെയ്തു കൊടുക്കാൻ കേരളത്തിലെ ആശുപത്രികളിൽ സൗകര്യമൊരുക്കാനായതും നേട്ടമായി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി നിരവധി പേർ കേരളത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും മന്ത്രി പറഞ്ഞു. മാതൃശിശു ബ്ലോക്കിലേക്ക് KNG റോഡിൽ നിന്നും ഭൂമി സൗജന്യമായി നൽകിയ ഭൂമിയുടെ രേഖകൾ ജിഷാൽ മന്ത്രിക്ക് കൈമാറി. ആര്യാടൻ ഷൌക്കത്ത് MLA അധ്യക്ഷത വഹിച്ചു. ആശുപത്രി കെട്ടിടം വേണമെന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മന്ത്രി ഓഫീസിൽ നിന്നൊരു വിളി വരുവാണ്. അന്ന് മന്ത്രി ശിവകുമാറാണ് മന്ത്രി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലഘട്ടമാണ്. അന്ന് ആ ശിവകുമാർ മന്ത്രിയുടെ വിളി വന്ന് ഒരു പ്രപ്പോസൽ തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഉടനെ തന്നെ അന്നത്തെ MLA-യും മന്ത്രിയുമായിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ ലെറ്റർ ഹെഡിൽ തന്നെ ഒരു ചെറിയ പ്രപ്പോസൽ ഉണ്ടാക്കി കൊടുത്ത് 10 കോടി രൂപ NHM അനുവദിക്കാനുള്ള ഒരു സാങ്കേതിക സംവിധാനം ഉണ്ടായി. പക്ഷേ ഇവിടെ സ്ഥലം വന്ന് പരിശോധിക്കണം, എന്നിട്ട് വേണം ഡീറ്റെയിൽഡ് പ്ലാൻ ഉണ്ടാക്കാൻ. സ്ഥലം വന്ന് പരിശോധിച്ചപ്പോൾ ഇവിടെ ആകെയുള്ള സ്ഥലം ഇതിൻ്റെ ഏറ്റവും പിറകിലാവുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്ന അപ്പുറത്തും ക്വാർട്ടേഴ്സ് ഉണ്ട്. മാത്രമല്ല സെപ്റ്റിക് ടാങ്കുകൾ അടക്കം 4 or 5 സെപ്റ്റിക് ടാങ്കുകൾ കിടക്കുകയാണ്. എങ്ങനെ ഇവിടെ ഒരു നിലക്കും ഇത് പണിയാൻ കഴിയില്ല എന്നും പറഞ്ഞിട്ടാണ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നവർ പോയത്. രണ്ടാമത് അവരൊക്കെ തിരിച്ചു വിളിച്ച് സെപ്റ്റിക് ടാങ്ക് നമ്മൾ മാറ്റിത്തരാം, ക്വാർട്ടേഴ്സ് നമ്മൾ പൊളിച്ചു തരാം എന്നും പറഞ്ഞ് ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു DPR തയ്യാറാക്കി സബ്മിറ്റ് ചെയ്ത് 2014 തന്നെ 10 കോടി രൂപ അന്ന് NHM അനുവദിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AP സ്മിജി, ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ TK ജയന്തി, NHM ജില്ലാ മാനേജർ ഡോക്ടർ TN അനൂപ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബോബി C മാമ്പ്ര,
ജസീറ, ജില്ലാ പഞ്ചായത്ത് അംഗം റേഹാനത്ത് കുർമാടൻ, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, ജില്ലാശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, ആർദ്രം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ കെ പ്രവീണ, നഗരസഭാ കൌൺസിലർ MK വിജയനാരായണൻ, E പത്മാക്ഷൻ, പരുന്തൻ നൌഷാദ്, A ഗോപിനാഥൻ, P രശ്മിൽനാഥ്, M മുജീബ് റഹ്മാൻ, MA വിറ്റാജ്, ജോർജ് M തോമസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.